നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. മോഡൽ എക്സാം ഒക്കെ ഇങ്ങനെ എത്തി. ഫിസിക്സ് ടഫാണോ എളുപ്പമാണോ എന്നുള്ളത് ഒക്കെ അവിടെ നിൽക്കട്ടെ. ചാപ്റ്റർ 1 to 4 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ചാപ്റ്റർ 1 ഏതാണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനകത്ത് നിന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരേ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ, ഒരേ ഒരു രാജ്യം, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഡയമെൻഷൻസ് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണം. അതിൻ്റെ യൂസസ് 3 പഠിക്കണം. ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻ ടു അനദർ. അത് ജസ്റ്റ് പഠിച്ചാൽ മതി, ഡീറ്റെയിൽഡ് പഠിക്കുക വേണ്ട. ടു ഡിറൈവ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അത് നിർബന്ധമായിട്ട് പഠിക്കണം. ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷൻസ് പഠിക്കണം. സിഗ്നിഫിക്കൻറ്റ് വേഴ്സ് പഠിച്ചുകൊണ്ട് പോകണം. ഇത്രയും ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചു. അത് ഗ്രാഫ് കൊണ്ട് ഗ്രാഫിക്കലി, ഇപ്പോൾ ACCക്കലി UT പ്ലസ് ഹാഫ് AT² ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാൻ, ഗ്രാഫ് വെച്ച് ഡിറൈവ് ചെയ്ത് ഇത് കിട്ടുന്നത് പഠിച്ചോളുക. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അതിനകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. റിട്ടാർഡേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലേഷൻ ടൈം ഗ്രാഫ്, അതിൻ്റെ യൂസസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് ട്രയാങ്കിൾ ലോ, പാരലോഗ്രാം ലോ. ട്രയാങ്കിൾ ലോ എന്താണ്, പാരലോഗ്രാം ലോ എന്താണ്, പാരലോഗ്രാം ലോയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സീറോ വെക്ടർ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾസ്, പ്രൊജക്ടൈൽസ്, എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സലേഷൻ, ആംഗുലർ ആക്സലേഷൻ, സെൻട്രിപിറ്റൽ ആക്സലേഷൻ്റെ ഡെറിവേഷൻ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ്. നാലാമത്തെ ലോസ് ഓഫ് മോഷൻ എല്ലാം അറിയാവുന്നതാണ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പഠിച്ചുകൊണ്ട് പോകണം. സ്റ്റേറ്റ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്ന് ചോദിക്കാം, സെക്കൻഡ് ലോ, തേർഡ് ലോ. പിന്നെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാക്ടേഴ്സ്, എന്താണ് മൊമെൻറ്റം, എന്താണ് ഇമ്പൾസ്, അതിൻ്റെ യൂണിറ്റുകൾ, പിന്നെ റീകോയിൽ ഓഫ് എ ഗൺ, തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, അതിൻ്റെ പ്രൂഫ് ചോദിക്കാം. പിന്നെ ബാങ്കിങ് റോഡ്സ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ, വൈ. പിന്നെ അതിനകത്തുനിന്ന് പിന്നെ ചോദിക്കുന്നത് ലൂബ്രിക്കൻസ് ചോദിക്കാം. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ബാങ്കിങ് റോഡ്സിൻ്റെ പ്രോബ്ലംസൂടെ പഠിച്ചുകൊണ്ട് പോവുക. ചാപ്റ്റർ 1 to 4 ഇത്രയും പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പഠിച്ചുകൊണ്ട് പോകണം, പോയിരിക്കണം. മാക്സിമം ഷെയർ ചെയ്തേക്കുക. സമയം തീർന്നിട്ടില്ല. അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും. നെവർ എവർ ഗിവ് അപ്പ്.